വിനീതണെങ്കിൽ നമ്മുടെ വിശാലിനെ തല്ലിച്ചതച്ചുകൊണ്ട് സത്യം പറയാനായിട്ട് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ വിശാല് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പറയില്ലടാ, ഞാൻ എന്താ ചെയ്തത്, അവൾ എവിടെയാണ് എന്നൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ കാവേരി കയറി നോക്ക്, ഗംഗെ നീയും നോക്ക് എന്ന് പറയുന്നു. അവർ നോക്കുമ്പോഴൊന്നും നമ്മുടെ യമുനയെ കണ്ടു കിട്ടുന്നില്ല. ഒടുവിൽ വിശാലും നമ്മുടെ വിനീതും കൂടി അകത്ത് കയറി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ചൂട്ടും പട്ടയൊക്കെ വെച്ച് ചാക്കുകളൊക്കെ വെച്ച് നമ്മുടെ യമുനയെ ബോധം കെടുത്തി അതിൻ്റെ അടിയിൽ വെച്ച് മറച്ചിരിക്കുകയാണ്. അത് നിവിൻ കണ്ടെത്തുന്നുണ്ട്. ഇതേ സമയം അതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞ് യമുനയെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നാട്ടിലും നല്ല രീതിയിൽ കഥ പാട്ടാവുകയാണ്. അതായത് നമ്മുടെ ശാരദയുടെ മകളെ ജയപാലൻ്റെ മകൻ എന്ത് ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു, ഒരു ദിവസം കഴിഞ്ഞു എന്നൊക്കെ. അപ്പോഴേക്കും വളരെ വലിയ ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് കാണാനായിട്ട് കഴിയും. നാട്ടുകാരൊക്കെ തടിച്ചു കൂടുന്നുണ്ട് ഈ രംഗം കാണാനായിട്ട്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ വിനീതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അവൻ്റെ നാവുകൊണ്ട് തന്നെ പറയിച്ചാലേ ഈ ജനങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് തിരിച്ചറിയുന്ന വിനീതാണെങ്കിൽ സത്യം വിശാലിനെ കൊണ്ട് കയ്പ്പിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നാട്ടുകാരൊക്കെ ജയപാലനും വിശാലിനുമെതിരെ തിരിയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം നമ്മുടെ കാവേരി പറയുന്നുണ്ട്, അതായത് എൻ്റെ സഹോദരി യാതൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൾക്ക് തല താഴ്ത്തി നിൽക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല, അവൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുമെന്ന് കാവേരി പറയുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ.